ഓണം കഴിഞ്ഞ് മാവേലി പാതാളത്തിലേക്ക് തിരിച്ചു പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഓണം മിനി വ്ലോഗ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ വ്ലോഗായ ഓണം വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ഓണത്തിൻ്റെ തലേ ദിവസം ഫാമിലി എല്ലാവരും കൂടെ പൂ മേടിക്കാൻ പോയ കാഴ്ചയാണ്. പിറ്റേ ദിവസം പൂവിടേണ്ട ഡ്യൂട്ടി ആണെങ്കിൽ എൻ്റെ ബ്രദറിനായിരുന്നു. ആളത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നകുൽ കേസ് പണ്ട് പടം വരയ്ക്കുമായിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോഴും എന്തൊക്കെയോ ആ ഓണപ്പൂക്കളത്തിൽ കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അടുക്കളയിലേക്ക് എത്തി ഒളിഞ്ഞു നോക്കിയിരുന്നു. അമ്മയാണെങ്കിൽ തകർത്ത കുക്കിങ്ങിലായിരുന്നു. ഇതാണ് നകുൽ കേസിൻ്റെ ഓണപ്പൂക്കളത്തിൻ്റെ ഔട്ട്പുട്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഓണത്തിൻ്റെ മെയിൻ സംഭവമാണല്ലോ ഓണസദ്യ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും ഇരുന്നു. നകുൽ കേസിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരാദ്യം കഴിച്ചു. പിന്നെ ഓണസദ്യ വിളമ്പാൻ തുടങ്ങിയെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഓടി വന്ന് അടുത്ത ട്രിപ്പിലിരുന്നു. എൻ്റെ മേക്കപ്പ് ഇല്ലാത്ത ലുക്ക് എല്ലാവരും ഇഗ്നോർ ചെയ്യണം, കാരണം ഞാൻ ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നതാണ്. പിന്നെ അമ്മയും കുക്കുടും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല രസമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സദ്യ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഒരു മയങ്ങളുണ്ടാവുമെന്ന്. ആ മയങ്ങൾ മാറ്റാനാണ് ഞാനും ഏട്ടായും കൂടെ കിടന്ന് തുള്ളുന്നത്. നല്ലോണം തുള്ളിയപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ പാർക്കിലേക്ക് വിട്ടു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെപ്പോലെ തന്നെ ഓണം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. കൊള്ളായിരുന്നു കാണാൻ, മൊത്തത്തിൽ കളറായിരുന്നു. അവിടെ എത്തിയപ്പോൾ കുറച്ച് ഓണപരിപാടികളും നടപ്പുണ്ടായിരുന്നു. വടംവലിയുടെ തിമിർക്കലാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് കുറച്ച് ഫോട്ടോസാണിത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഈ വർഷത്തെ ഓണം ഞങ്ങളവിടെ അവസാനിപ്പിച്ചു. എല്ലാവർക്കും എൻ്റെ ഈ മിനി വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.